Hello friends, I'm Sprig and welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഡെയിലി വരുന്നതായിരിക്കും. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സേമിയ ഉപ്മാവായിട്ടാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ നൂഡിൽസ് ഒക്കെ കൊടുക്കണേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. ഇത് ലുക്ക് വൈസ് ഒക്കെ നൂഡിൽസിന്റെ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ കുട്ടികളെ പറ്റിക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എന്തായിട്ട് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് സേമിയ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടത്. ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ കുറേ ഐറ്റംസ് ഉള്ള പോലെ ഉണ്ട്, പക്ഷെ അധികമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ ഉപ്മാവൊക്കെ ഉണ്ടാക്കില്ലേ, അതിനുള്ള ഓൾമോസ്റ്റ് സെയിം ഐറ്റംസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സേമിയ കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ 1 കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും കൂടുതൽ വെള്ളം വേണം കേട്ടോ, കാരണം കുറച്ച് വെള്ളമായി കഴിഞ്ഞാൽ സേമിയ വെന്ത് വരുമ്പോൾ കട്ട പിടിച്ച് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചധികം വെള്ളത്തിൽ വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള സേമിയാണ് കേട്ടോ. സേമിയ ആയതുകൊണ്ട് തന്നെ ഒരു 10 to 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് കുക്കായിട്ട് വരും. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി വേണമെങ്കിൽ മൂടി വെച്ചിട്ടും കുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തുറന്നു വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഇതാ ഇപ്പോൾ സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി ഒരു സ്ട്രെയിനറിൽ വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യും 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറിയ പീസുകളായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സബോള ചെറിയതാക്കിയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ ബീൻസും ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാഷ്നട്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കശുവണ്ടി ഇല്ലെങ്കിൽ ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കപ്പലണ്ടിയോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി വരണം കേട്ടോ. ഇത് വല്ലാതെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ നാളികേരം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നാളികേരം ഓപ്ഷണലാണ് കേട്ടോ. നാളികേരം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി കൂടെ അതുകൂടെ ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സേമിയ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ വെജിറ്റബിൾസും സേമിയയും എല്ലാം കൂടെ ഒന്ന് യോജിക്കട്ടെ. ഈ സേമിയ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. സേമിയ ഓവർ കുക്കായിട്ട് പോവരുത്. പിന്നെ കുക്കായ ഉടൻ തന്നെ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക. അപ്പോൾ പിന്നെ അത് ഇരുന്ന് കുക്കാവില്ല, കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഒന്നിനൊന്ന് തൊടാതെ ഇതുപോലെ കെടുക്കും കേട്ടോ. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് നാരങ്ങ നീരും അതുപോലെ തന്നെ കുറച്ച് മല്ലിയുടെ ഇല ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാനുള്ള പണിയുള്ളൂ കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എല്ലാവരും സേമിയ ഉപ്മാവ് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.